ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന. കർത്താവേ, നിനക്ക് മഹത്വം. ഈശോയെ, ആയിരം ആരാധന. ആരാധന കർത്താവേ, ആരാധന ആത്മാവിലാരാധന. ഈശോയെ, തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ള ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന, ഈശോയെ, ഞാൻ എന്നെ തന്നെ നിനക്കായി സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ പിറവിക്ക് ഒരുക്കമായുള്ള ഈ തെഹില്ല ആരാധനയുടെ 9-ാം ദിവസം, കർത്താവേ, ഞാൻ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ഇന്ന് പല ആവർത്തി പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. കർത്താവേ, ഞാൻ എന്നെ തന്നെ നിനക്കായി സമർപ്പിക്കുന്നു. ശരിയാണ് കർത്താവേ, പ്രാർത്ഥനകൾ പറഞ്ഞ് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിലും എൻ്റെ നൊമ്പരങ്ങൾ തിരുസന്നിധിയിൽ കണ്ണീരൊഴുക്കി അറിയിക്കുന്നതിലും ഒക്കെ എന്ത് സുഖമുള്ള അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. കർത്താവേ, ഞാൻ എന്നെ തന്നെ നിനക്കായി സമർപ്പിക്കുന്നുവെന്ന്. ഈശോയെ, ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് മനസ്സിൽ കാണുകയാണ്. എൻ്റെ ജീവിതത്തെ, എൻ്റെ വ്യാപാരങ്ങളെ, എൻ്റെ ചിന്തകളെ, എൻ്റെ സ്വപ്നങ്ങളെ ഒക്കെ ദാ ഇങ്ങനെ കരങ്ങളിലെടുത്ത് നിന്റെ ദിവ്യകാരുണ്യത്തിൻ്റെ സവിധത്തിൽ ഇറക്കി വച്ചിട്ട്, കർത്താവേ, ആത്മാവും ശരീരവും ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ തന്നെ പൂർണ്ണമായി നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ, സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ഈശോയെ, നിന്റെ ക്രിസ്മസ് സംഭവത്തിലും സമാനമായ ഒരു രംഗം ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. നിന്റെ സന്നിധിയിൽ സമർപ്പണം നടത്തുന്നതിൻ്റെ ഒരു രംഗം. കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ നിന്റെ സന്നിധിയിലെത്തി നിനക്കായി പൊന്നും മീറയും കുന്തിരിക്കവും അവർ സമർപ്പിച്ചപ്പോൾ, കർത്താവേ, അതൊരാരാധനയായിരുന്നല്ലോ. ഞങ്ങൾ തിരിച്ചറിയുന്നു, ആരാധനയെന്നാൽ സമർപ്പണം എന്നുകൂടി അർത്ഥമുണ്ടെന്ന്. ഈശോയെ, എൻ്റെ ആരാധനയുടെ പാളിച്ചയും അതുതന്നെയായിരുന്നു. ആരാധിക്കുമ്പോഴും സമർപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റേതായി ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. എൻ്റെ സമ്പാദ്യം,
എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ പാപചായ്വുകൾ, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, ഇതൊക്കെ പൂർണ്ണമായിട്ടും നിന്റെ സന്നിധിയിൽ വിട്ടുതരുമ്പോൾ, സമർപ്പിക്കുമ്പോഴാണല്ലോ കർത്താവേ യഥാർത്ഥ ആരാധന സംഭവിക്കുന്നത്. ഈശോയെ, അങ്ങനെ സമർപ്പിക്കാൻ കഴിയാതെ, നിന്റെ മുമ്പിലേക്ക് ഇറക്കി വെക്കാൻ കഴിയാതെ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നതൊക്കെയും എനിക്കും നിനക്കുമിടയിലെ തടസ്സമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ. ഉണ്ട് കർത്താവേ, അങ്ങനെ പലതും ഇപ്പോഴും അങ്ങോട്ട് വിട്ടുതരാൻ പറ്റാത്തത്, നിന്റെ സന്നിധിയിൽ സ്വയം മറന്ന് ഇറക്കി വയ്ക്കാൻ കഴിയാത്തത്, ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചിലതൊക്കെ, അതാണ് എനിക്കും നിനക്കുമിടയിലെ തടസ്സമെന്ന്, മറയെന്ന് ഞാൻ തിരിച്ചറിയും. ഒരുപക്ഷെ കർത്താവേ, അതെൻ്റെ സമ്പത്തായിരിക്കും. എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ സമ്പത്തിന് കൊടുക്കുമ്പോഴൊക്കെ അതെനിക്കും നിനക്കുമിടയിലെ തടസ്സമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ കുടുംബം തന്നെ എനിക്കും നിനക്കുമിടയിലെ തടസ്സമാകാറുണ്ട് കർത്താവേ. എങ്ങനെയാണത്? നിന്നെ മറന്നിട്ട് നിന്നേക്കാൾ അധികമായി ഞാൻ എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കരുതുമ്പോൾ കർത്താവേ, എൻ്റെ കുടുംബം തന്നെ, നീ സമ്മാനമായി നൽകിയ കുടുംബം തന്നെ എനിക്കും നിനക്കുമിടയിലെ തടസ്സമായി മാറുകയാണല്ലോ. എൻ്റെ മക്കൾ നമുക്കിടയിലെ തടസ്സമായി മാറുകയാണല്ലോ കർത്താവേ. അതുകൊണ്ട് ഞാൻ ഏറ്റുപറയുകയാണെന്ന്, നീയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് കർത്താവേ. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നീയാണ്. മറ്റെല്ലാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കർത്താവേ. നീയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. നീയാണ് എനിക്ക് ഏറ്റവും മുഖ്യം കർത്താവേ. ഞാൻ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കട്ടെ. എൻ്റെ സമ്പത്ത് നീയാണ്. എനിക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്തവൻ, എനിക്ക് വേണ്ടി പീഡയേറ്റവൻ, എനിക്ക് വേണ്ടി കുരിശേറിയവൻ, എൻ്റെ വിമോചനത്തിനായി ഉയർത്തെഴുന്നേറ്റവൻ, വാനമേഘങ്ങളിൽ ചെന്ന് എനിക്കായി സ്വർഗത്തിൽ ഇടമൊരുക്കുന്നവൻ, ഇനി അന്ത്യകാലത്ത് വീണ്ടും വന്ന് എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നവൻ കർത്താവേ. നീയാണ് എൻ്റെ സമ്പത്ത്. ദൈവജനമേ, ഇത് വലിയ പ്രാർത്ഥനയും വലിയ ഏറ്റുപറച്ചിലുമാണ്. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, നീയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. നീയാണ് ഞങ്ങളുടെ സമ്പത്ത്. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, ഈശോ മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, ഈശോ മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധു എന്നെ ഓർത്തു നിത്യം താതനോട് യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, ഈശോ മാത്രം സമ്പത്താകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഈശോയെ 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 സ്തോത്രം. ഈശോയെ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ 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 നന്ദി 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 നന്ദി. ഈശോയെ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, ഈശോ മാത്രം സമ്പത്താകുന്നു.